ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും ഹൈപ്രബ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് മോളിക്കുലാർ ബയോളജി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. പല കൂട്ടുകാർക്കും വലിയ ബുദ്ധിമുട്ട് ആയിട്ട് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ് മോളിക്കുലാർ ബയോളജി. നമ്മൾ ഇന്ന് ആരംഭിക്കാൻ പോകുന്നത് ഈ ഒരു സെഗ്മെന്റ് ആണ്. അപ്പോൾ ഇത് വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകണം. അതിനകത്ത് ഒരു മേഖലയും വിട്ടുപോകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു മേഖല കംപ്ലീറ്റ് ചെയ്യണം. അപ്പോ നമുക്ക് ആരംഭിച്ചാലോ? കുട്ടികളെ, മോളിക്കുലാർ ബയോളജി എന്ന് പറയുമ്പോൾ ഇതിന്റെ അകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. DNA, RNA എന്നിവയുടെയൊക്കെ ഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ, മ്യൂട്ടേഷൻസ്, റെപ്ലിക്കേഷൻ, നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ അകത്ത് പഠിക്കുന്നുണ്ട്. ഓപ്പറോൺ കോൺസെപ്റ്റ് നമ്മൾ ഇതിന്റെ അകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു സെഗ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് അത് പഠിച്ച് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ആരംഭിക്കാം. ഏറ്റവും ആദ്യം ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. മോളിക്കുലാർ ബയോളജി ആണല്ലോ വിഷയം. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നതിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ന്യൂക്ലിക് ആസിഡുകൾ ന്യൂക്ലിയോടൈഡുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ജൈവ മാക്രോ മോളിക്യൂളുകളാണ്. കുട്ടികളെ, ന്യൂക്ലിക് ആസിഡുകൾ എന്ന് പറഞ്ഞാൽ അത് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ജൈവ മാക്രോ മോളിക്യൂളാണ്. അതായത് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നമുക്കൊരു സംശയം വരും. എന്താണ് ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്? അങ്ങനെ അനേകം ന്യൂക്ലിയോടൈഡുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പദാർത്ഥത്തെ നമ്മൾ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് വിളിക്കുന്നു, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം വരും, ഈ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നോക്കാം. കുട്ടികളെ, രണ്ട് തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡുകൾ നമ്മൾ സാധാരണ പഠിക്കാറില്ലേ? ഉണ്ടല്ലോ. ഒന്നാമത്തത് DNA, രണ്ടാമത്തത് RNA, അല്ലെ? രണ്ട് തരം നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? ഒന്നാമത്തത് DNA, രണ്ടാമത്തത് RNA. ഇങ്ങനെ രണ്ട് തരം ന്യൂക്ലിക് ആസിഡുകളെ നമ്മൾ കാണുന്നുണ്ട്. DNA ഫുൾ ഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. RNA ഫുൾ ഫോം റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഓരോ ന്യൂക്ലിയോടൈഡും ഇവയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതിൽ നിന്നും? കുട്ടികളെ, ന്യൂക്ലിയോടൈഡ് എന്ന് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു വാക്ക്, ആ ന്യൂക്ലിയോടൈഡിന്റെ ഉള്ളിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നത്? കുട്ടികളെ, ന്യൂക്ലിയോടൈഡ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തത് നൈട്രജൻ ബേസ്. നമുക്കറിയാം, പ്യൂരിൻസ്, പിരിമിഡിൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില നൈട്രജൻ ബേസുകളെ പഠിക്കുന്നുണ്ട്, അല്ലെ? പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? അഡിനിനും ഗുവാനിനുമാണ് പ്യൂരിൻസ് വിഭാഗത്തിൽ വരുന്നതെങ്കിൽ, പിരിമിഡിൻസ് എന്ന് പറയുന്നത് സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ, ഇവന്മാര് മൂന്ന് പേരുമാണ് പിരിമിഡിൻസ്. അതേസമയം പ്യൂരിൻസ് എന്ന് പറയുന്നത് അഡിനിനും ഗുവാനിനുമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നതിൽ ഒന്നാമത്തെ ഘടകമാണ് നൈട്രജൻ ബേസ്. രണ്ടാമത്തെ ഘടകം എന്താണ് കുട്ടികളെ? രണ്ടാമത്തതാണ് പെന്റോസ് പഞ്ചസാര. പെന്റോസ് പഞ്ചസാര, പഞ്ചസാര എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഷുഗർ. ഓക്കെ, ഷുഗർ എന്ന് പറയുന്നതിനെ മൊത്തത്തിൽ നമ്മൾ പഞ്ചസാര എന്ന് പറയാറുണ്ട്. അല്ല, നമ്മൾ കഴിക്കുന്ന പഞ്ചസാര മാത്രമല്ല, സുക്രോസിനെ മാത്രമല്ല, ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര എന്ന് പറഞ്ഞൊരു ലെവലിൽ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, പക്ഷെ മിക്കവാറും അതെന്ത് തന്നെ ഷുഗർ എന്ന് തന്നെ മലയാളത്തിൽ ചോദിക്കും. ഇനിയിപ്പോ പഞ്ചസാര എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പൊ പെന്റോസ് പഞ്ചസാര അല്ലെങ്കിൽ പെന്റോസ് ഷുഗർ എന്ന് പറയുന്ന ഒരു സംഗതി എവിടെ ഉണ്ടാകും? നമ്മുടെ ന്യൂക്ലിയോടൈഡിൽ ഉണ്ടാകും. അപ്പൊ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു നൈട്രജൻ ബേസ് ഉണ്ട്, നമുക്കൊരു ഷുഗർ മോളിക്യൂൾ ഉണ്ട്, പെന്റോസ് ഷുഗർ മോളിക്യൂൾ ഉണ്ട്, അല്ലെ? അതിപ്പോ RNA-യിലാണ് എങ്കിൽ അത് റൈബോസ് ഷുഗറും, DNA-യിലാണ് എങ്കിൽ അത് ഡിയോക്സി റൈബോസ് ഷുഗറുമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ബേസിക് കാര്യമാണ്. നമ്മൾ ബേസിക്കിൽ നിന്നും നമ്മൾ ഹൈ ലെവലിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പൊ ഒരു ന്യൂക്ലിയോടൈഡിലുള്ള ഒന്നാമത്തെ ഘടകം നൈട്രജൻ ബേസ്, രണ്ടാമത്തെ ഘടകം പെന്റോസ് പഞ്ചസാര, പെന്റോസ് ഷുഗർ. ഓക്കെ, കുട്ടികളെ, മൂന്നാമത്തേതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. മൂന്നാമത്തേതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കുട്ടികളെ, അതായത് നൈട്രജൻ ബേസും
ഷുഗറും ഫോസ്ഫേറ്റും കൂടെ ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോടൈഡ്. ഈ 3 ഘടകങ്ങൾ ചേർന്നാൽ നമ്മൾ അതിനെ എന്ത് പേര് വിളിക്കുന്നു? ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നു. അങ്ങനെയെങ്കിൽ കുട്ടികളെ, ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും ന്യൂക്ലിയോടൈഡ് നമ്മൾ പഠിക്കുമ്പോൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ നമ്മൾ സാധാരണഗതിയിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? അതായത് നൈട്രജൻ ബേസും ഷുഗറും മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ന്യൂക്ലിയോസൈഡ് എന്നാണ്. മറന്നു പോരുത് കേട്ടോ. അതായത് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ്, ഇത് 3 ഉണ്ട്. ന്യൂക്ലിയോസൈഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് ഫോസ്ഫേറ്റിനെ എടുത്ത് വെളിയിൽ കളയുക. നൈട്രജൻ ബേസും ഷുഗർ മോളിക്യൂളും കൂടെ ചേർന്നത് മാത്രമാണ് ന്യൂക്ലിയോസൈഡ്. ഈ ന്യൂക്ലിയോസൈഡിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുമ്പോൾ അത് ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ന്യൂക്ലിയോടൈഡുകളുടെ ഒരു ശൃംഖലയെ നമ്മൾ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് വിളിക്കുന്നു. അത് 2 തരം, DNA-യോ RNA-യോ ആകാം. ഓക്കെ, അപ്പൊ ന്യൂക്ലിയോസൈഡും ന്യൂക്ലിയോടൈഡും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. ഇനി കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. ഇനി കൺഫ്യൂഷൻ വരരുത്. നമ്മുടെ ബേസും ഷുഗറും കൂടെ ചേരുന്നതിനെയാണ് ന്യൂക്ലിയോസൈഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ, വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. ഫ്രണ്ട്സ്, ഈ DNA-യും RNA-യും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ എല്ലാവരും അറിഞ്ഞു വെക്കണം. നമ്മൾ വിചാരിക്കും നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാമെന്ന്. പക്ഷെ ഒരു പേപ്പറിൽ അതിന്റെ വ്യത്യാസം ഒന്ന് എഴുതി കാണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആകെ 1-2 പോയിന്റുകളെ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിനെ വ്യക്തമായിട്ടൊരു ടേബിളിലൂടെ DNA-യും RNA-യും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് കാണാൻ പോവുകയാണ്. ഓക്കെ, ഒന്നാമത്തെ വ്യത്യാസം നിങ്ങൾ നോക്കിക്കേ. DNA-യും RNA-യും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസം, DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെ? അവരുടെ ആ ഘടനയിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അത് ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. രണ്ടാമത് നോക്കിക്കോണേ, DNA എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ട്രാൻഡഡ് ആണ്. 2 ഇഴകളുണ്ട്. ഡബിൾ സ്ട്രാൻഡഡ് ആണ് DNA. RNA എന്ന് പറഞ്ഞാലോ സിംഗിൾ സ്ട്രാൻഡഡ്. സാധാരണഗതിയിൽ സിംഗിൾ സ്ട്രാൻഡഡ്, മിക്ക കേസുകളിലും സിംഗിൾ സ്ട്രാൻഡഡ്. ചില കേസുകളിൽ ഡബിൾ സ്ട്രാൻഡഡ് RNAs ഉണ്ടാകാം, പക്ഷേ മിക്ക കേസുകളിലും സിംഗിൾ സ്ട്രാൻഡഡ്. ഒറ്റ ഇഴയാണ് സാധാരണഗതിയിൽ കാണുന്നത്. സാധാരണഗതി എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡബിൾ സ്ട്രാൻഡഡ് RNA വരുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് ചില സമയങ്ങളിൽ, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ മെജോറിറ്റി കേസിലും RNA സിംഗിൾ സ്ട്രാൻഡഡ്. അപ്പൊ DNA ഡബിൾ സ്ട്രാൻഡഡ് 2 ഇഴകളോട് കൂടിയത്, RNA സിംഗിൾ സ്ട്രാൻഡഡ് ഒറ്റ ഇഴയോട് കൂടിയത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? DNA എന്ന് പറയുന്നത് അത് നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ആണ്. ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഒരു പെന്റോസ് ഷുഗർ വെച്ചിട്ടാണ് DNA നിർമ്മിച്ചിരിക്കുന്നത്. അതേസമയം റൈബോസ് ഷുഗർ വെച്ചിട്ടാണ് RNA നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ അതിന്റെ മോളിക്കുലാർ സ്ട്രക്ചറിലേക്കൊന്നും പോകുന്നില്ല, നമുക്ക് അതിന്റെ ഡിഫറൻസ് മാത്രം മതി കേട്ടോ. ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന പെന്റോസ് ഷുഗർ വെച്ചിട്ടാണ് DNA നിർമ്മിച്ചിരിക്കുന്നത്. റൈബോസ് ഷുഗർ എന്ന് പറയുന്ന ഒരു പെന്റോസ് ഷുഗർ വെച്ചിട്ടാണ് RNA നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇനി ഇവരുടെ ബേസുകളിൽ, നൈട്രജൻ ബേസുകളിൽ വ്യത്യാസമുണ്ട്. ഇവരുടെ നൈട്രജൻ ബേസുകളിൽ കൃത്യമായ വ്യത്യാസമുണ്ട്. DNA-യുടെ നൈട്രജൻ ബേസുകൾ ഏതൊക്കെ? അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ അല്ലെ? അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ DNA-യിലെ ബേസസ് ഇതാണ്. പക്ഷെ RNA-യിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, RNA-യിലേക്ക് വരുമ്പോൾ തൈമിൻ ഇല്ല. തൈമിന് പകരം യുറാസിൽ ആണുള്ളത്. അഡിനിൻ, യുറാസിൽ, ഗുവാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, യുറാസിൽ, ഗുവാനിൻ, സൈറ്റോസിൻ. നോക്കൂ, DNA-ക്ക് തൈമിൻ ഉണ്ടായിരുന്നെങ്കിൽ RNA-ക്ക് അതിന് പകരം യുറാസിൽ ആണുള്ളത്. അപ്പൊ ഒരു സീക്വൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് DNA ആണോ RNA ആണോ എന്ന് കണ്ടുപിടിക്കാൻ അതിൻ്റെ അത് T ആണോ U ആണോ ഉള്ളത് എന്ന് നോക്കിയാൽ പോരെ. DNA-യിൽ നൈട്രോജൻ ബേസുകൾ 4 എണ്ണം, RNA-യിലും നൈട്രോജൻ ബേസുകൾ 4 എണ്ണം. പക്ഷെ DNA-യിൽ തൈമിനുണ്ട്, അതിന് പകരം RNA-യിൽ യുറാസിൽ ആണുള്ളത്. ഓക്കെ കുട്ടികളെ, 5ാമത്തെ വ്യത്യാസം എന്താണ്? DNA-യും RNA-യും തമ്മിലുള്ള 5ാമത്തെ വ്യത്യാസം എന്താണ്? നമുക്ക് നോക്കാം. ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഭാഗത്താണ് പ്രധാനമായിട്ടും DNA കാണുന്നത്. ഓക്കെ, DNA കാണുന്നത് പ്രധാനമായിട്ടും ന്യൂക്ലിയസിലാണ്, എല്ലാവർക്കും നമുക്കറിയാം. പക്ഷേ ന്യൂക്ലിയസിന് പുറമെ
മൈറ്റോകോൺട്രിയയുടെ അകത്ത് കാണും. എക്സ്ട്രാ ക്രോമോസോമലായിട്ട് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിൽ DNA കാണാം. സസ്യങ്ങളിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ ഹരിത കണം എന്ന് നമ്മൾ വിളിക്കുന്ന അതിന്റെ ഉള്ളിൽ DNA കാണാം. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ ന്യൂക്ലിയസിന്റെ അകത്താണെങ്കിലും മൈറ്റോകോൺട്രിയയുടെയും ഹരിതകണം എന്ന് പറയുന്ന ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലും DNA കാണാം, അല്ലെങ്കിൽ അവർ കാണപ്പെടാം. ഓക്കെ, എന്നാൽ ഈ RNA കാണപ്പെടുന്നത് എവിടെയാണ്? RNA ന്യൂക്ലിയസിലും കാണപ്പെടാം, സൈറ്റോപ്ലാസത്തിലും കാണപ്പെടാം. RNA ന്യൂക്ലിയസിലും കാണപ്പെടാം, സൈറ്റോപ്ലാസത്തിലും കാണപ്പെടാം. പക്ഷെ DNA പൊതുവെ സൈറ്റോപ്ലാസത്തിൽ RNA കാണുന്നത് പോലെ കാണാറില്ല. പക്ഷെ RNA എന്ന് പറയുന്നത് സൈറ്റോപ്ലാസത്തിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കാരണം നമുക്കറിയാമല്ലോ, അവിടെ വെച്ചിട്ടാണ് RNAയിൽ നിന്നും ട്രാൻസ്ലേഷനിലൂടെ നമ്മൾ പ്രോട്ടീനെ നിർമ്മിക്കുന്നത് റൈബോസോമുകളുടെ സഹായത്തോടു കൂടി. അപ്പൊ RNAയെ തീർച്ചയായിട്ടും യൂക്കാരിയോട്ടുകളിൽ സൈറ്റോപ്ലാസത്തിൽ എത്തിച്ചേ പറ്റൂ. ഓക്കെ അല്ലേ? അപ്പൊ കുട്ടികളെ, നമ്മൾ DNA-യുടെയും RNA-യുടെയും ഡിഫറൻസുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായിട്ട് നമ്മളൊരു ടേബിളായി തിരിച്ചാണ് പഠിക്കുന്നത്. DNA എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, RNA എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്, അല്ലെങ്കിൽ 2 ഇഴകളുള്ള ഒരു പദാർത്ഥമാണ്. RNA എന്ന് പറയുന്നത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്, പ്രധാനമായിട്ടും ഒറ്റ ഇഴയാണ് കാണുന്നത്. DNA-യിൽ ഡിയോക്സി റൈബോസ് എന്ന് പറയുന്ന ഷുഗറാണ് ഉള്ളതെങ്കിൽ RNA-യിൽ റൈബോസ് ഷുഗർ ആണ് ഉള്ളത്. DNA-യിലെ ബേസുകൾ അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ ആണെങ്കിൽ RNA-യിൽ അത് അഡിനിൻ, യുറാസിൽ, ഗുവാനിൻ, സൈറ്റോസിൻ ആണ്. DNA പ്രധാനമായിട്ടും കാണുന്നത് ന്യൂക്ലിയസിലും മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റുകളിലും ഒക്കെയാണ് എങ്കിൽ RNA പ്രധാനമായിട്ടും ന്യൂക്ലിയസിലും സൈറ്റോപ്ലാസത്തിലുമാണ് കൂടുതലായിട്ട് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ DNA-യും RNA-യും തമ്മിൽ സ്റ്റെബിലിറ്റിയിൽ വല്ല വ്യത്യാസവും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് കാലത്ത് നമ്മുടെ എവല്യൂഷനൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പണ്ട് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആയിരുന്നു എന്ന് നമ്മൾ സാധാരണഗതിയിൽ പഠിക്കാറുണ്ട് അല്ലെ? പക്ഷേ ഈ RNA-ക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പോരായ്മയാണ് RNA-ക്ക് വളരെ കുറഞ്ഞ സ്ഥിരതയാണുള്ളത്. അതായത് അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അൺസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിൽക്കാനേ പറ്റില്ല എന്നൊരർത്ഥം നമ്മൾ തോന്നും. പക്ഷേ ലോ സ്റ്റെബിലിറ്റി, അൺസ്റ്റേബിൾ എന്ന് ഞാൻ എഴുതുന്നു, പക്ഷേ അതിന്റെ ഇപ്പുറത്ത് ഞാനൊരു ക്രോസും കൂടെ ഇടുന്നു. കാരണം എന്താണ്? RNA-ക്ക് ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. കമ്പയർഡ് ടു DNA ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. കമ്പയർഡ് ടു DNA അതിന് ലോ സ്റ്റെബിലിറ്റി ആണുള്ളത്. കുറഞ്ഞ സ്ഥിരതയുള്ള ഒരു പദാർത്ഥമാണ് RNA എന്ന് പറയുന്നത് കമ്പയർഡ് ടു DNA. അതുകൊണ്ട് തന്നെ DNA-ക്ക് RNA-യേക്കാൾ ഉയർന്ന സ്ഥിരതയുണ്ട്, ഹയർ സ്റ്റെബിലിറ്റി ഉണ്ട് നമ്മുടെ ആർക്ക്? നമ്മുടെ DNA-ക്ക്. അപ്പോ RNA എന്ന് പറയുന്ന ഒരു ജനിതക വസ്തുവിൽ നിന്നും DNA-യിലേക്ക് ഇവോൾവ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്. RNA-യേക്കാൾ കൂടുതൽ സ്ഥിരത DNA-ക്കുണ്ട്. ഓക്കെ, ഇനി DNA-യുടെ നീളം പരിശോധിച്ചു കഴിഞ്ഞാൽ ദശലക്ഷക്കണക്കിന് ബേസ് പെയർസ് ആണ് DNA-യിൽ കാണുന്നത് അല്ലെ? ദശലക്ഷക്കണക്കിന് ബേസ് പെയർ നീളത്തിലാണ് DNA കാണുന്നതെങ്കിൽ RNA പൊതുവെ DNA-യുടെ അത്രയും ലെങ്ത് വരാറില്ല, ഹ്രസ്വമാണ്. RNA എന്ന് പറയുന്നത് സാധാരണ ഹ്രസ്വമാണ്, ഷോർട്ട് ആണ്. ഏകദേശം 100 മുതൽ 1000 വരെ ബേസ് ജോഡികളാണ് കാണപ്പെടുന്നത്, ബേസ് പെയർസ് കാണപ്പെടാം. ഓക്കെ, അവിടെ ബേസ് പെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണ് എന്ന്. നമ്മൾ അതിന്റെ ലെങ്ത് പറയുമ്പോൾ ബേസ് പെയർസ് എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA-യിൽ ബേസ് പെയർ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മളവിടെ ആ ഒരു നീളം പറയുന്നത് കൊണ്ട് നമ്മൾ വെറുതെ ബേസ് പെയർ എന്ന് പറയുന്നു എന്ന് മാത്രം കേട്ടോ. ശരിക്കും അവിടെ RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ബേസ് എന്ന് മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കോണേ, DNA-യുടെ അത്രയും ലെങ്ത് RNA-യിൽ ഇല്ല. RNA കമ്പാരിറ്റീവ്ലി ഷോർട്ട് ലെങ്തിലാണ് കാണപ്പെടുന്നത്. ഇനി DNA എന്ന് പറയുന്നതിൽ മ്യൂട്ടേഷൻ കമ്പാരിറ്റീവ്ലി സാവധാനത്തിലേ സംഭവിക്കുന്നുള്ളൂ, സ്ലോവർ മ്യൂട്ടേഷൻ. കുട്ടികളെ, DNA മ്യൂട്ടേറ്റ് ചെയ്യുന്നത് RNA-യേക്കാൾ സ്ലോയിലാണ്. പക്ഷെ RNA വേഗത്തിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു, ഹയർ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫാസ്റ്റർ മ്യൂട്ടേഷൻ. DNA-യിൽ മ്യൂട്ടേഷൻ വരുന്നത് പോലെയല്ല RNA-യിൽ മ്യൂട്ടേഷൻ വളരെ വേഗം സംഭവിക്കാം. അപ്പൊ അതും കൂടെ കൊണ്ട് ആണ്
നമ്മുടെ RNA-യിൽ നിന്നും ഇവല്യൂഷന്റെ ഫലമായിട്ട് ജനറ്റിക് മെറ്റീരിയൽ DNA ആയിട്ട് മാറിയിരിക്കുന്നത്. കാരണം DNA-ക്ക് ഉയർന്ന സ്ഥിരതയുണ്ട്, RNA-യേക്കാൾ സ്റ്റെബിലിറ്റി ഉണ്ട്, RNA-യേക്കാൾ മ്യൂട്ടേഷൻ റേറ്റ് സ്ലോ ആണ്. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടും DNA ജനിതക മെറ്റീരിയലായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതിൽ നമുക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. അപ്പോൾ DNA-യും RNA-യും തമ്മിലുള്ള ഏകദേശം ഒരു 8ഓളം ഡിഫറൻസുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഡിഫറൻസുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിന്റെ അകത്ത് നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ? ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ചോദ്യം വേണമെങ്കിൽ പറയാം, DNA-ക്ക് RNA-യേക്കാൾ മ്യൂട്ടേഷൻ തോത് കൂടുതലാണ്, അല്ലെങ്കിൽ RNA-ക്ക് DNA-യേക്കാൾ മ്യൂട്ടേഷൻ തോത് കൂടുതലാണ്, ശരിയായ വാചകം തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഡിഫറൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അപ്പൊ ന്യൂക്ലിക് ആസിഡ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, DNA-യും RNA-യും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ പറയാൻ പോവാണ്. അതായത് DNA അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ്സ്, ക്രോമോസോം, ഇതുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയുകയാണ്. കാരണം അത്തരം ചോദ്യങ്ങൾ HSA-യുടെ പരീക്ഷയിൽ വരും. ഹൈ എൻഡ് കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചുകൊണ്ട് പോകും, പക്ഷെ ചോദിക്കുന്നത് സിമ്പിൾ സംഗതികളാണ്. നമ്മൾ എപ്പോഴും മറന്നു പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറന്നു കഴിഞ്ഞിരിക്കുന്ന ചില വ്യക്തികളെ ഞാൻ ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഫ്രണ്ട്സ്, ഈ DNA കണ്ടുപിടിച്ചത് ആരാണ്? അല്ലെങ്കിൽ RNA കണ്ടുപിടിച്ചത് ആരാണ്? അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് കണ്ടുപിടിച്ചത് ആരാണ്? ഇങ്ങനെ 3 രീതിയിൽ ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം ഫ്രെഡറിക് മീഷർ ആണ്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണ്. ന്യൂക്ലിക് ആസിഡ് കണ്ടെത്തിയത് ആരെന്നോ, DNA കണ്ടെത്തിയത് ആരെന്നോ, RNA കണ്ടെത്തിയത് ആരെന്നോ ചോദിച്ചാൽ കുട്ടികളെ അതിന്റെ ഒറ്റ ഉത്തരമാണ് ഫ്രെഡറിക് മീഷർ. ഫ്രെഡറിക് മീഷർ ആണ് ന്യൂക്ലിക് ആസിഡുകളെ കണ്ടെത്തിയത്. പക്ഷെ ഈ ന്യൂക്ലിക് ആസിഡ് എന്നൊന്നും അദ്ദേഹം അന്ന് അതിനെ വിളിച്ചിട്ടില്ല. അദ്ദേഹം അന്ന് അതിനെ വിളിച്ചത് ന്യൂക്ലീൻ എന്നായിരുന്നു. ഫ്രെഡറിക് മീഷർ ആണ് ന്യൂക്ലിക് ആസിഡുകളെ കണ്ടെത്തിയതെങ്കിലും അദ്ദേഹം അന്ന് അതിനെ വിളിച്ച പേര് ന്യൂക്ലീൻ എന്നായിരുന്നു. മറന്നുപോലെ, ന്യൂക്ലീൻ. ക്ലിയർ? അപ്പൊ ന്യൂക്ലിക് ആസിഡുകളെ കണ്ടെത്തിയത് ഫ്രെഡറിക് മീഷർ, അദ്ദേഹം അതിന് വിളിച്ച പേര് ന്യൂക്ലീൻ എന്നാണ്. അങ്ങനെയെങ്കിൽ ക്രോമോസോമുകളെ കണ്ടെത്തിയത് ആരാണ്? ക്രോമോസോം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ക്രോമോസോമുകളെ കണ്ടെത്തിയത് ആരാണ്? കുട്ടികളെ, ക്രോമോസോമുകളെ കണ്ടെത്തുന്നത് വാൾട്ടർ ഫ്ലെമിംഗ് ആണ്. ക്രോമോസോമിനെ കണ്ടെത്തുന്നത് വാൾട്ടർ ഫ്ലെമിംഗ്. വാൾട്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം അതിനെ ക്രോമോസോം എന്ന് വിളിച്ചിട്ടില്ല. അദ്ദേഹം അതിനെ വിളിച്ചത് ക്രൊമാറ്റിൻ എന്നാണ്. ക്രൊമാറ്റിൻ. ക്രൊമാറ്റിൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ്? നമ്മുടെ DNA-യും അത് ചുറ്റി നിൽക്കുന്ന പ്രോട്ടീനുകളുമായി ബന്ധപ്പെട്ട് വരുന്ന ഓവറോൾ സ്ട്രക്ചറിനെ നമ്മൾ ക്രൊമാറ്റിൻ എന്ന് വിളിക്കാറുണ്ട് അല്ലെ? വാൾട്ടർ ഫ്ലെമിംഗ് അന്ന് വിളിച്ചതും അത് തന്നെ, ക്രൊമാറ്റിൻ എന്നാണ് അദ്ദേഹം അന്ന് ക്രോമോസോമുകളെ വിളിച്ചത്. ഓക്കെ, അപ്പൊ ക്രോമോസോമുകളെ കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാൾട്ടർ ഫ്ലെമിംഗ്. പക്ഷെ അദ്ദേഹം അതിനെ ക്രോമോസോം എന്ന് വിളിച്ചിട്ടില്ല, അദ്ദേഹം അതിനെ ക്രൊമാറ്റിൻ എന്നാണ് വിളിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ ഒരു സംശയം വരും, അപ്പൊ ഈ ക്രോമോസോം എന്ന് പറഞ്ഞ പദം ആരാണ് കൊടുത്തത്? അത് മറ്റൊരു ചോദ്യമാണ് കേട്ടോ. ക്രോമോസോം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഹെൻറിച്ച് വില്യം വാൾഡെയർ ആണ്. വാൾഡെയർ ആണ് ആദ്യമായി ക്രോമോസോം എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത്. പരീക്ഷയിൽ ചോദിക്കും, ശ്രദ്ധിച്ചോണം കേട്ടോ, പരീക്ഷയിൽ ചോദിക്കും. വാൾഡെയർ ആണ് ക്രോമോസോം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. പക്ഷെ അത് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ക്രോമോസോമിനെ. അത് വാൾട്ടർ ഫ്ലെമിംഗ് ആണെങ്കിൽ ക്രോമോസോം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് വില്യം വാൾഡെയർ ആണ്. അങ്ങനെയെങ്കിൽ ഈ ജീൻ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ജീൻ എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് കോയിൻ ചെയ്തത് ആരാണ്? അത് വില്യം ജൊഹാൻസൺ ആണ് കേട്ടോ. അത് വില്യം ജൊഹാൻസൺ ആണ്, മറന്നുപോകരുത്. ഹു കോയിൻ ദ ടേം ജീൻ എന്ന് ചോദിച്ചാൽ അത് വില്യം ജൊഹാൻസൺ ആണ്. നോക്കൂ, നമ്മളൊരു 4 പേരുടെ പേരുകൾ, പരീക്ഷയിൽ ചോദ്യം വരാൻ സാധ്യതയുള്ള 4 പേരുടെ പേരുകളാണ് നമ്മളിവിടെ കണ്ടത്. ഫ്രെഡറിക് മീഷർ, വാൾട്ടർ ഫ്ലെമിംഗ്, വില്യം വാൾഡെയർ, വില്യം ജൊഹാൻസൺ. കുട്ടികളെ, ആരാണ് ഈ 4 പേര്? ന്യൂക്ലിക് ആസിഡിനെ കണ്ടെത്തിയത് ഫ്രെഡറിക് മീഷർ, അദ്ദേഹം അതിനെ ന്യൂക്ലീൻ എന്ന് വിളിച്ചു. ക്രോമോസോമുകളെ കണ്ടെത്തിയത് വാൾട്ടർ ഫ്ലെമിംഗ്, അദ്ദേഹം അതിനെ ക്രൊമാറ്റിൻ എന്ന് വിളിച്ചു. ക്രോമോസോം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വില്യം വാൾഡെയർ, ജീൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വില്യം ജൊഹാൻസൺ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ? അപ്പൊ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം, ഈ ലിസ്റ്റിന്റെ അകത്ത് നിന്നും പരീക്ഷയിൽ ചോദ്യം വരും. അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, നമ്മുടെ മോളിക്കുലാർ ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിയമം, അല്ലെങ്കിൽ ഒരു രീതി, അല്ലെങ്കിൽ ഒരു റൂൾ നമ്മൾ കാണാൻ പോവുകയാണ്. സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി.
സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി. കുട്ടികളെ, എന്താണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ പോവുകയാണ്. ഇത് പറയുമ്പോ പലർക്കും അയ്യോ ഇത്രയും നാൾ പഠിച്ചു വെച്ചത് തെറ്റാണോ എന്ന് തോന്നും. പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ അറിയാവുന്ന ആൾക്കാരുണ്ടാകും, ബഹുഭൂരിപക്ഷം ആൾക്കാരും സെൻട്രൽ ഡോഗ്മയെ കുറിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത് തെറ്റെന്നല്ല, ഇൻകറക്റ്റ് ആണ്. അതിനെയല്ലേ തെറ്റെന്ന് പറയുന്നത്, അതേ തന്നെയാണ്. പക്ഷെ അത് നിങ്ങൾ എന്താണ് വേറൊരു രീതിയിൽ, ഒരു ഇൻകറക്റ്റ് രീതിയിലാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പഠിച്ചത് തെറ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്നുള്ളതല്ല, നിങ്ങൾ ആ പഠിച്ച രീതി ഇൻകറക്റ്റ് ആണ്. ഓക്കെ, എന്താണെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. കുട്ടികൾ, ഈ സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലാർ ബയോളജിയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിശദീകരണമാണ്, അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയാണ്, ഒരു രീതിയാണ് സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത്. ഒരു ജൈവ വ്യവസ്ഥയ്ക്കുള്ളിലെ ജനിതക വിവരങ്ങളുടെ ഒഴുക്കിനെ സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി എന്ന് വിളിക്കുന്നു. അതായത് ജനറ്റിക് ഇൻഫർമേഷൻ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്തു പോകുന്നു, ജനറ്റിക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെ നമ്മുടെ ഒരു സെല്ലിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ജീവജാലത്തിന്റെ ഉള്ളിലോ എങ്ങനെയാണ് ഈ ജനിതക വിവരം ഒഴുകി പോകുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. എല്ലാവരും പഠിച്ചു വയ്ക്കുന്നത് എന്താണ്? DNA-യിൽ നിന്ന് RNA, RNA-യിൽ നിന്ന് പ്രോട്ടീൻ. കുട്ടികൾ, അതല്ല സെൻട്രൽ ഡോഗ്മ, അതല്ല സെൻട്രൽ ഡോഗ്മ. നമ്മൾ എല്ലാവരും പഠിച്ചു വെച്ചിരിക്കുന്നത് DNA-യിൽ നിന്ന് RNA ഉണ്ടാകുന്നു, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു. അതല്ല സെൻട്രൽ ഡോഗ്മ. ഈ സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് അവതരിപ്പിക്കുന്നത് തന്നെ ആരാണ്? അത് ഫ്രാൻസിസ് ക്രിക്ക് ആണ്. ഓക്കെ, വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നില്ലേ? അതിലെ ഫ്രാൻസിസ് ക്രിക്ക് ആണ് വാസ്തവത്തിൽ ഈ പറയുന്ന സെൻട്രൽ ഡോഗ്മ മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ ചോദിക്കാം, ആരാണ് സെൻട്രൽ ഡോഗ്മ മുന്നോട്ട് കൊണ്ടുവന്നത്? ഫ്രാൻസിസ് ക്രിക്ക് ആണ്. അപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും, അയ്യോ അപ്പൊ DNA-യിൽ നിന്നും RNA-യിൽ നിന്ന് പ്രോട്ടീൻ, അതല്ലേ സെൻട്രൽ ഡോഗ്മ? കുട്ടികൾ, അതല്ല സെൻട്രൽ ഡോഗ്മ. ഫ്രാൻസിസ് ക്രിക്ക് പറഞ്ഞ സെൻട്രൽ ഡോഗ്മ എന്താണെന്നറിയാവോ? ന്യൂക്ലിക് ആസിഡിൽ നിന്ന് ന്യൂക്ലിക് ആസിഡിൽ നിന്ന് പ്രോട്ടീനിലേക്കോ വിവരങ്ങൾ കൈമാറുന്നത് സാധ്യമാകാം. ന്യൂക്ലിക് ആസിഡിൽ നിന്നും പ്രോട്ടീനിലേക്കോ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡിൽ നിന്നും ന്യൂക്ലിക് ആസിഡ്സിലേക്കോ ഇൻഫർമേഷൻ കൈമാറാം, അതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ പ്രോട്ടീനിൽ നിന്ന് പ്രോട്ടീനിലേക്കോ പ്രോട്ടീനിൽ നിന്ന് ന്യൂക്ലിക് ആസിഡ്സിലേക്കോ കൈമാറ്റം അസാധ്യമാണ്. ഞാൻ ദേ ഇവിടെ എഴുതുകയാണ് കേട്ടോ, ഞാൻ അതിവിടെ ഒന്ന് വ്യക്തമായിട്ട് എഴുതുകയാണ്. എന്താണ് സെൻട്രൽ ഡോഗ്മ പറയുന്നത്? ന്യൂക്ലിക് ആസിഡ്സിൽ നിന്നും ന്യൂക്ലിക് ആസിഡ്സിലേക്കോ പ്രോട്ടീൻസിലേക്കോ എന്ത് പോസിബിൾ ആണ്? ഇൻഫർമേഷൻ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. പക്ഷേ പ്രോട്ടീനിൽ നിന്ന് പ്രോട്ടീനിലേക്കോ സാധ്യമല്ല, പ്രോട്ടീനിൽ നിന്ന് ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടാകുന്ന പ്രക്രിയയോ സാധ്യമല്ല. ന്യൂക്ലിക് ആസിഡിൽ നിന്ന് വേണമെങ്കിൽ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കാം, പക്ഷെ ന്യൂക്ലിക് ആസിഡിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കാം, പക്ഷെ പ്രോട്ടീനിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റില്ല, പ്രോട്ടീനിൽ നിന്ന് തിരിച്ച് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അതിന്റെ ജീൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റില്ല. ഇൻസുലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉപയോഗിച്ച് വേറൊരു പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റുമോ? അതും ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, പക്ഷെ ന്യൂക്ലിക് ആസിഡ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രോട്ടീൻസ് ഉണ്ടാക്കാം. കുട്ടികളെ, ഇതാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സാറേ ഇത് തന്നെയല്ലേ DNA to RNA, RNA to പ്രോട്ടീൻസ്? അല്ല, DNA to RNA എന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ്, RNA to പ്രോട്ടീൻസ് എന്ന് ഇവിടെ എഴുതുകയാണ്. അതായത് ഈ ഡിറക്ഷനിൽ മാത്രം ഒഴുകുന്നു എന്നല്ലേ നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നേ? വാസ്തവത്തിൽ ഇത് തെറ്റല്ലേ? കാരണം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, RNA-യിൽ നിന്ന് DNA-യിലേക്ക് തിരിച്ചു പോകാമല്ലോ. അപ്പൊ ഈ പറയുന്ന കോൺസെപ്റ്റ് ആക്ച്വലി തെറ്റല്ലേ? പക്ഷെ ഈ എഴുതിയിരിക്കുന്ന കോൺസെപ്റ്റ് തെറ്റല്ല. സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത് ആക്ച്വലി തെറ്റല്ല. കാരണം എന്താ? സെൻട്രൽ ഡോഗ്മയിൽ എന്താ പറയുന്നത്? ന്യൂക്ലിക് ആസിഡ്സിൽ നിന്നും ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ടാകാം. RNA-യിൽ നിന്ന് DNA ഉണ്ടാകുന്ന ഈ പ്രക്രിയ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ, ന്യൂക്ലിക് ആസിഡിൽ നിന്നല്ലേ ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകുന്നത്. DNA-യിൽ നിന്ന് RNA ഉണ്ടായാലും RNA-യിൽ നിന്ന് DNA ഉണ്ടായാലും ഈ പറയുന്ന റൂൾ കറക്റ്റ് അല്ലേ? ന്യൂക്ലിക് ആസിഡിൽ നിന്ന് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്, കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കുട്ടികളെ, ഈ സെൻട്രൽ ഡോഗ്മ ഇന്നും അക്സെപ്റ്റഡ് ആണ്, ഇന്നും അത് കറക്റ്റ് ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നു. ന്യൂക്ലിക് ആസിഡിൽ നിന്ന് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകും, ന്യൂക്ലിക് ആസിഡിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകും. പക്ഷെ ഒരിക്കലും പ്രോട്ടീനിൽ നിന്ന് ന്യൂക്ലിക് ആസിഡോ പ്രോട്ടീനിൽ നിന്ന് പ്രോട്ടീനോ ഉണ്ടാകുന്നില്ല.
ഇതാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി. ഇത് ഇപ്പോഴും നിലനിന്നു പോരുന്നു, ഇപ്പോഴും ഇത് സാധുവാണ്. അപ്പൊ പിന്നെ ഈ DNA to RNA, RNA to പ്രോട്ടീൻ എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് നമ്മളിപ്പോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും. കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നമ്മുടെ ഫ്രാൻസിസ് ക്രിക്ക് പറഞ്ഞ സെൻട്രൽ ഡോഗ്മയിൽ നിന്നും സ്വല്പം വേരിയേഷൻ ഉള്ള ഒരു സെൻട്രൽ ഡോഗ്മ നമ്മുടെ ജെയിംസ് വാട്സൺ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെൻട്രൽ ഡോഗ്മ അതിന്റെ രണ്ടാമത്തെ പതിപ്പ്, അതാണ് ഏറ്റവും ജനപ്രിയമായ പതിപ്പ്. പക്ഷേ അത് വാസ്തവത്തിൽ തെറ്റാണ്. DNA-യിൽ നിന്നോ RNA ഉണ്ടാകുന്നു, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു എന്ന് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് വളരെ ജനപ്രിയമായിട്ടുള്ളൊരു സെൻട്രൽ ഡോഗ്മയാണ്. അത് തെറ്റ് എന്നുള്ളതല്ല, ആ രീതി ഇൻകറക്റ്റ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലെ? ഇത് ജനപ്രിയമായ സെൻട്രൽ ഡോഗ്മയാണ്, പക്ഷേ അത് എന്താണ്? അത് തെറ്റാണ്. അല്ലെങ്കിൽ തെറ്റെന്ന് ഉദ്ദേശിക്കുന്നത് അത് ഇനാക്യുറേറ്റ് ആണ്. ഓക്കെ, അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റ് എന്നുള്ളതല്ല, അതിന്റെ ഉള്ളിൽ കുറച്ച് ഇനാക്യുറസീസ് ഉണ്ട്, കുറച്ച് പോരായ്മകളുണ്ട്. അതിനെ എല്ലാത്തിനും കൂടെ നമ്മൾ ഒന്നിച്ച് അത് തെറ്റാണ് എന്ന് തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഓക്കെ, പക്ഷെ പൂർണ്ണമായിട്ടും തെറ്റ് എന്നല്ല, അതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ജെയിംസ് വാട്സൺ ആണ് ഈ പറയുന്നത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കുട്ടികളെ, അതായത് ഫ്രാൻസിസ് ക്രിക്ക് ആക്ച്വലി സെൻട്രൽ ഡോഗ്മ പറഞ്ഞപ്പോൾ അതിന്റെ ഒരു വേരിയേഷൻ ആയിട്ട് വേറൊരു സെൻട്രൽ ഡോഗ്മ ജെയിംസ് വാട്സൺ പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസിസ് ക്രിക്ക് പറഞ്ഞതിന് ചില പേരുകൾ നൽകി ജെയിംസ് വാട്സൺ പറഞ്ഞു DNA-യിൽ നിന്നും RNA ഉണ്ടാകുന്നു, RNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഇത് ഒറ്റ നോട്ടത്തിൽ ശരിയാണ് എന്ന് നമുക്ക് തോന്നും. കുറെ കാലം ശരിയാണെന്ന് വിശ്വസിച്ചിരുന്നു. പക്ഷെ അപ്പോഴാണ് എന്ത് സംഭവിച്ചത്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ കണ്ടുപിടിക്കപ്പെടുന്നത്. RNA-യിൽ നിന്ന് DNA ഉണ്ടാകുമെന്ന് തെളിഞ്ഞു. അപ്പൊ തന്നെ ജെയിംസ് വാട്സന്റെ ഇത് തെറ്റാണ് എന്ന് ആൾക്കാർ പറഞ്ഞു. തെറ്റാണ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുകയില്ല, കാരണം വാട്സൺ പറഞ്ഞ DNA to RNA, RNA to പ്രോട്ടീൻ കറക്റ്റ് ആണ്. പക്ഷെ അതിൽ RNA-യിൽ നിന്ന് DNA ഉണ്ടാകാനുള്ള സാധ്യത അദ്ദേഹം പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾ അതിനെ പൂർണ്ണമായി തെറ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. പക്ഷെ ഇൻകംപ്ലീറ്റ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ കറക്റ്റ്. ക്രിക്ക് ആദ്യം പറഞ്ഞ സിദ്ധാന്തം ഇന്നും സാധുവാണ്, പക്ഷെ വാട്സന്റെ പതിപ്പ് സാധുവല്ല, അത് വാലിഡ് അല്ല. കാരണം അതിന് ഈ പറഞ്ഞ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് വാട്സൺ പറഞ്ഞ സെൻട്രൽ ഡോഗ്മ ഇന്ന് വാലിഡ് അല്ല. പക്ഷെ ഫ്രാൻസിസ് ക്രിക്ക് പറഞ്ഞ സെൻട്രൽ ഡോഗ്മ ഇന്നും വാലിഡ് ആണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ കണ്ടുപിടിച്ചിട്ട് പോലും അത് ഇന്നും വാലിഡ് ആണ്. മനസ്സിലായോ സെൻട്രൽ ഡോഗ്മ? അപ്പൊ സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞ നമ്മള് വലിയ കാര്യത്തിൽ ഓർത്ത് വെച്ചിരുന്നത് നമ്മുടെ ജെയിംസ് വാട്സന്റെ സെൻട്രൽ ഡോഗ്മ ആയിരുന്നു. അത് ഇന്ന് അക്സെപ്റ്റഡ് അല്ല. പക്ഷെ ഇന്നും അക്സെപ്റ്റഡ് ആയിട്ടുള്ളത് ആക്ച്വൽ സെൻട്രൽ ഡോഗ്മ അത് ഫ്രാൻസിസ് ക്രിക്കിന്റെയാണ്. അത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വ്യക്തമല്ലേ കൂട്ടുകാരെ? സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണ്. ഒരു ജീൻ ഒരു എൻസൈം പരികൽപ്പന. ഒരു ജീൻ ഒരു എൻസൈം പരികൽപ്പന. വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ്. വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ് സിലബസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ജീൻ ഒരു എൻസൈം പരികൽപ്പന. എന്താണ് കുട്ടികളെ വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്? ഇതാരാണ് ഈ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്? ബീഡിൽ ആൻഡ് ടൈറ്റം. ബീഡിൽ ആൻഡ് ടൈറ്റം എന്ന് പറയുന്ന രണ്ട് പേരാണ് ഈ വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ് കൊണ്ടുവരുന്നത്. എന്താണ് കുട്ടികളെ ഈ വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ്? പേര് തന്നെ ഉണ്ട്. ഒരു ജീൻ ഒരു എൻസൈമിനെ നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജീനിന്റെ ഫംഗ്ഷൻ ഒരു എൻസൈമിനെ നിർമ്മിക്കുക എന്നതാണ്. ഓരോ ജീനും ഒരു എൻസൈമിന്റെ ഉൽപാദനത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബീഡിൽ ആൻഡ് ടൈറ്റം ഈ ഒരു കോൺസെപ്റ്റ് പറയാൻ വേണ്ടി പഠനം നടത്തിയത് ആരിലാണ്? ന്യൂറോസ്പോറ ക്രാസ എന്ന് പറയുന്ന ഫംഗസിലാണ് അവർ പഠനം നടത്തിയത്. വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസിനെ കുറിച്ചുള്ള പഠനം ബീഡിൽ ആൻഡ് ടൈറ്റം നടത്തിയത് ന്യൂറോസ്പോറ ക്രാസ എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്, അല്ലെങ്കിൽ ഫംഗസിലാണ്. അതിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നാണ് ഈ പരികൽപ്പന ഉരുത്തിരിഞ്ഞത്. ഒരു പ്രത്യേക ജീനിലെ മ്യൂട്ടേഷനുകൾ ഒരു ഉപാപചയ പാതയ്ക്ക് ആവശ്യമായ ഒരു പ്രത്യേക എൻസൈമിന്റെ നഷ്ടത്തിൽ കലാശിക്കുന്നുവെന്ന് അവർ നിരീക്ഷിച്ചു. അപ്പൊ അവർ ഈ ന്യൂറോസ്പോറ ക്രാസ ഫംഗസുകളിലൊക്കെ നടത്തിയ പഠനത്തിൽ നിന്നും അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ഒരു ജീൻ നമ്മൾ മ്യൂട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റാബോളിക് പാത്വേയിലുള്ള ഒരു എൻസൈം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് അവർ കണ്ടു. അപ്പോൾ ഓരോ ജീനുകൾ നഷ്ടപ്പെടും തോറും, മ്യൂട്ടേഷൻ സംഭവിക്കും തോറും
ഓരോ എൻസൈമുകൾ നഷ്ടപ്പെട്ടു തുടങ്ങി എന്ന് അവർ മനസ്സിലാക്കി. അപ്പൊ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു എൻസൈമിനെ നിർമ്മിക്കുന്നത് ഒരു ജീനാണ്, അല്ലെങ്കിൽ ഒരു ജീനിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഒരു എൻസൈമിനെ നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇതാണ് വൺ ജീൻ വൺ എൻസൈം പരികൽപ്പന, വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് മുന്നോട്ട് വെച്ചത് ബീഡിൽ ആൻഡ് ടേറ്റം. പക്ഷെ കുട്ടികളെ, അധികം വൈകിയില്ല ഇത് ശരിയല്ല എന്ന് ബോധ്യപ്പെടാൻ. കാരണം നമുക്കറിയാമല്ലോ, ഒരു ജീൻ എപ്പോഴും ഒരു എൻസൈമിനെ നിർമ്മിക്കുവോ? ഇല്ലല്ലോ. ഒരു ജീൻ എപ്പോഴും ഒരു എൻസൈമിനെ നിർമ്മിക്കുവോ? ഇല്ല. പ്രോട്ടീനെ നിർമ്മിക്കും, പക്ഷെ എപ്പോഴും എൻസൈമായിട്ട് അത് മാറണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, അല്ലെ? എൻസൈംസ് അല്ലാതെയുള്ള പ്രോട്ടീനുകളൊക്കെ നമ്മുടെ ദേഹത്തുണ്ടല്ലോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, കൊളാജൻ ഒരു പ്രോട്ടീനാണ്, അല്ലെ? ഇൻസുലിൻ ഒരു പ്രോട്ടീനാണ്, പക്ഷെ ഇവന്മാരൊന്നും എൻസൈം അല്ല. അപ്പൊ അതുകൊണ്ട് ഈ വൺ ജീൻ വൺ എൻസൈം എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയി. അതുപോലെ തന്നെ ഒരു എൻസൈമിനെ പൂർണ്ണമായിട്ട് ഒരു ജീൻ കോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം എൻസൈമുകളോ പ്രോട്ടീനുകളോ ഒക്കെ ചിലപ്പോൾ ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ചെയിനുകൾ കൊണ്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നവയാണ്, അല്ലെ? അപ്പൊ ഓരോ പോളിപെപ്റ്റൈഡ് ചെയിനും ഓരോ ജീനുകളായിരിക്കും നിർമ്മിക്കുന്നത്. അപ്പോ ഡിഫറന്റ് ജീനുകൾ ചിലപ്പോൾ ഡിഫറന്റ് പോളിപെപ്റ്റൈഡ്സിനെ നിർമ്മിക്കുകയും അതെല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ പ്രോട്ടീൻ ആയിട്ട് മാറുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഈ വൺ ജീൻ വൺ എൻസൈം എന്ന് പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഫ്രേസ് നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലേക്ക് എത്തി അവർക്ക്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? അതിൽ മോഡിഫിക്കേഷൻ വന്നു. വൺ ജീൻ അല്ലെങ്കിൽ ഒരു ജീൻ ഒരു പോളിപെപ്റ്റൈഡ് പരികൽപ്പന എന്നാണ് പിന്നീട് അതിനെ മാറ്റിയത്. വൺ ജീൻ വൺ പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസ് എന്ന ലെവലിലേക്ക് അതിനെ മാറ്റേണ്ടി വന്നു, അല്ലെ? അതിനെ മാറ്റേണ്ടി വന്നു. ഓരോ ജീനിനും ഒരൊറ്റ പോളിപെപ്റ്റൈഡ് ശൃംഖല എന്ന് പറഞ്ഞാൽ ചെയിൻ, ഓരോ ജീനിനും ഒരൊറ്റ പോളിപെപ്റ്റൈഡ് ശൃംഖലയുടെ രൂപീകരണത്തിന് കാരണമാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ജോർജ് ബീഡിലും എഡ്വേർഡ് ടൈറ്റമും ചേർന്ന് ഒരു ജീൻ ഒരു എൻസൈം എന്ന് ആദ്യം നിർദ്ദേശിച്ച ഈ പരികൽപ്പന ജീനുകൾക്ക് എൻസൈമാറ്റിക് അല്ലാത്ത പ്രോട്ടീനുകൾക്കും എൻകോഡ് ചെയ്യാൻ കഴിയുമെന്നും ചില പ്രോട്ടീനുകൾ ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ശൃംഖലകൾ ചേർന്നതാണെന്നും വിശദീകരിക്കുന്നതിനായി പിന്നീട് പരിഷ്കരിച്ചു, അല്ലെ? ബീഡിൽ ആൻഡ് ടൈറ്റം പിന്നീട് ഇതിനെ പരിഷ്കരിക്കുകയുണ്ടായി. കാരണം എല്ലാ ജീനുകളും നമ്മുടെ എൻസൈമുകളെ തന്നെ നിർമ്മിക്കണം നിർബന്ധമില്ല, ചിലപ്പോൾ പ്രോട്ടീൻസിനെ ആയിരിക്കും നിർമ്മിക്കുന്നത്. ഇനി ഒരു പ്രോട്ടീനെ തന്നെ മൊത്തത്തിൽ നിർമ്മിക്കണം നിർബന്ധമില്ല, പ്രോട്ടീനിന്റെ ഒരു പോളിപെപ്റ്റൈഡ് ചെയിനെ ആയിരിക്കും നിർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസിനെ പിന്നീട് പേര് മാറ്റി വൺ ജീൻ വൺ പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസ് എന്നാക്കി മാറ്റിയത്. പേര് മാത്രമല്ല മാറ്റിയത്, അതിന്റെ കോൺസെപ്ച്വൽ ലെവലിലും മാറ്റങ്ങൾ സംഭവിച്ചു. ഓക്കെ, അപ്പൊ ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീഡിൽ ആൻഡ് ടൈറ്റം. അവര് പഠനം നടത്തിയ ജീവജാലം ഏത് എന്ന് ചോദിച്ചാൽ ഒരു ഫംഗസ് ആണ്. അതിന്റെ പേര് ന്യൂറോസ്പോറ ക്രാസ എന്നാണ്. ഓക്കെ, ക്ലിയർ? ആ ഒരു സെഗ്മെന്റ് മനസ്സിലായല്ലോ, വ്യക്തമല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. DNA ജനിതക വസ്തുവാണെന്നതിനുള്ള തെളിവ് എന്താണ്? കുട്ടികളെ, നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. DNA എന്ന് പറയുന്നത് ജനിതക വസ്തുവാണ് എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ആ തെളിവിനെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുട്ടികളെ, എങ്ങനെയാണ് DNA ആണ് നമ്മുടെ ജനിതക വസ്തു എന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങിയത്? ഇതിന് തുടക്കം കുറിച്ചത് ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഫ്രെഡറിക് ഗ്രിഫിത്ത് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആളാണ് എക്സ്പെരിമെന്റ് തുടങ്ങി വെച്ചത്. ഇദ്ദേഹം തുടങ്ങി വെച്ചതിനെയാണ് പിന്നീട് ആൾക്കാരെല്ലാവരും അടുത്ത എക്സ്പെരിമെന്റുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് അവസാനം DNA തന്നെയാണ് ജനിതക വസ്തു എന്ന് കണ്ടെത്തുന്നത്. കുട്ടികളെ, ഗ്രിഫിത്തിന്റെ പരീക്ഷണം എന്തായിരുന്നു? ഗ്രിഫിത്ത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നടത്താൻ ശ്രമിച്ചത് അല്ലെങ്കിൽ നടത്തിയത്. ട്രാൻസ്ഫോർമേഷൻ എന്താണ് കുട്ടികളെ? ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ല് ഒരു ജനിതക വസ്തുവിനെ അതിന്റെ ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയാണ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ആ സെല്ലിന്റെ കോശസ്തരത്തിലൂടെയൊക്കെ പുറത്തു കിടക്കുന്ന ഒരു ജനിതക വസ്തുവിനെ ഉള്ളിലേക്ക് എടുക്കുകയും അത് എക്സ്പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമായി മാറുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഗ്രിഫിത്തിന്റെ പരീക്ഷണത്തിൽ ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട പരീക്ഷണമാണ് സംഭവിച്ചത്. ഗ്രിഫിത്ത് എടുത്ത ആ പ്രധാനപ്പെട്ട ബാക്ടീരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ പരീക്ഷയിൽ ചോദിക്കും. ഗ്രിഫിത്ത് എടുത്തത് ഏത് തരത്തിലുള്ള
ബാക്ടീരിയയാണ് എന്ന് ചോദിച്ചാൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയെ എന്നറിയപ്പെടുന്ന ബാക്ടീരിയയാണ് അദ്ദേഹം പഠന വിധേയമാക്കിയത്, അല്ലെങ്കിൽ ആ എക്സ്പെരിമെന്റിൽ ഉപയോഗിച്ചത്. കുട്ടികളെ, എന്താണ് ഇവിടെ അദ്ദേഹം ചെയ്തത്? നിങ്ങൾ ആ ഡയഗ്രാം ഒന്ന് നോക്കിക്കേ ഫ്രണ്ട്സ്. ഈ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയ്ക്ക് 2 സ്ട്രെയിൻസ് ഉണ്ട്. എസ് സ്ട്രെയിനുമുണ്ട്, ആർ സ്ട്രെയിനുമുണ്ട്. കുട്ടികളെ, എസ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് സ്ട്രെയിൻ, ആർ എന്ന് പറഞ്ഞാൽ റഫ് സ്ട്രെയിൻ. അതായത് ഇവരെ നമ്മളൊരു കൾച്ചർ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ കോളനീസ് ഉണ്ടാവുമല്ലോ, ബാക്ടീരിയൽ കോളനീസ് നമ്മുടെ പെട്രി പ്ലേറ്റിനകത്ത് മീഡിയത്തിന്റെ പുറത്ത് വളരുമല്ലോ. ആ കോളനീസ് സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അവരെ സ്മൂത്ത് സ്ട്രെയിൻ എന്നും, റഫ് കോളനികൾ നൽകിയത് കൊണ്ടാണ് അവന്മാരെ റഫ് സ്ട്രെയിൻ എന്നും വിളിച്ചത്. കുട്ടികളെ, റഫ് ആണ് ആളെങ്കിലും അവൻ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കാത്ത നോൺ വിറുലന്റ് ആയിട്ടുള്ള ആളാണ് ഈ ആർ എന്ന് പറയുന്നത്. രോഗമുണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ല. എസ് സ്മൂത്ത് ആണെങ്കിലും അവന് രോഗമുണ്ടാക്കാൻ കപ്പാസിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് വിറുലന്റ്. ഇനി ഇദ്ദേഹം ഈ പറയുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ 2 സ്ട്രെയിനിനെ എടുത്തിട്ട് എന്താണ് ചെയ്തത്? അദ്ദേഹം ഒരു എലിയിലേക്ക് അതിനെ കുത്തിവെച്ചു. ഓക്കെ, ഒരു എലിയിലേക്ക് അദ്ദേഹം അതിനെ കുത്തിവെച്ചു. ആദ്യം അദ്ദേഹം ആർ സ്ട്രെയിൻ, റഫ് സ്ട്രെയിനിനെ ഒരു എലിയിലേക്ക് കുത്തിവെച്ചു. ആർ സ്ട്രെയിൻ ആണ്, നോൺ വിറുലന്റ് ആണ്, അസുഖമുണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് ആ എലിക്ക് ഒരു കുഴപ്പമില്ല, ആ എലി ജീവിച്ചു. മൗസ് ലിവ്സ്. രണ്ടാമത് അദ്ദേഹം എന്ത് ചെയ്തു? എസ് സ്ട്രെയിൻ അല്ലെങ്കിൽ സ്മൂത്ത് സ്ട്രെയിൻ, വിറുലന്റ് ആയിട്ടുള്ള രോഗമുണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ സ്ട്രെയിനിനെ എടുത്ത് എലിയിലേക്ക് കുത്തിവെച്ചു. ഫലം എന്താണ്? മൗസ് ഡൈസ്, എലി ചത്തുപോയി. ഇനി അദ്ദേഹം അടുത്തത് എന്ത് ചെയ്തു? ഇതേ എസ് സ്ട്രെയിനിനെ ഹീറ്റ് ഉപയോഗിച്ച് കൊന്നു. ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള, ചൂടാക്കിയിട്ട് ആ എസ് സ്ട്രെയിനെ നശിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ആ എസ് സ്ട്രെയിനെ എലിയുടെ ദേഹത്തേക്ക് കുത്തിവെച്ചു. അപ്പൊ എസ് സ്ട്രെയിൻ നശിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അതിന് രോഗമുണ്ടാക്കാൻ കപ്പാസിറ്റി ഇല്ല. അത് ആ മൗസ് അല്ലെങ്കിൽ ആ എലി എന്ന് പറയുന്നത് ജീവിച്ചു. കാരണം എസ് സ്ട്രെയിനെ കുത്തിവെച്ചാലും എസ് സ്ട്രെയിനെ ഹീറ്റിലൂടെ കില്ല് ചെയ്തിട്ടാണ് കുത്തിവെച്ചത്. അപ്പോഴും എലിക്ക് എന്ത് പറ്റി? എലി ജീവിച്ചു. ഓക്കെ, ഇനി അടുത്തതാണ് ആ എക്സ്പെരിമെന്റിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? അദ്ദേഹം ഈ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിനിനെയും പ്ലസ് നമ്മുടെ ആർ സ്ട്രെയിൻ, നോർമൽ ആയിട്ടുള്ള ആർ സ്ട്രെയിനെയും കൂടെ ഒന്നിച്ച് കുത്തിവെച്ചു. ഓക്കെ, റഫ് സ്ട്രെയിനെയും ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള സ്മൂത്ത് സ്ട്രെയിനെയും ഒന്നിച്ച് കുത്തിവെച്ചു. അപ്പൊ നമുക്കറിയാം, റഫ് സ്ട്രെയിനെ മാത്രം കുത്തിവെച്ചപ്പോ മൗസിന് ഒരു കുഴപ്പമില്ല. ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസിനെ കുത്തിവെച്ചപ്പോഴും മൗസിന് ഒരു കുഴപ്പമില്ല. അങ്ങനെയെങ്കിൽ ഇവന്മാരെ 2 പേരെ കുത്തിവെക്കുമ്പോഴും മൗസിന് ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കേണ്ടതാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സംഭവിച്ചത് എന്താണ് ഫ്രണ്ട്സ്? സംഭവിച്ചത് എന്താണ്? 2നെയും കൂടെ ഒന്നിച്ച് കുത്തിവെച്ചപ്പോൾ മൗസ് ഡൈസ്, എലി ചത്തുപോയി. കുട്ടികളെ, എലി ചത്തുപോയിരിക്കുകയാണ്. ഇവിടെ നിന്നും ഗ്രിഫിത്തിന് ഒരു കാര്യം മനസ്സിലായി. ഹീറ്റ് ഉപയോഗിച്ച് നശിപ്പിച്ച എസ് സ്ട്രെയിനിൽ നിന്നും എന്തോ ഒരു പദാർത്ഥം ആർ സ്ട്രെയിനിൽ കയറി ആർ സ്ട്രെയിനിനെ വിറുലന്റ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ആർ സ്ട്രെയിൻ ആണ് ഇപ്പോൾ മൗസിനെ നശിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കൊന്നിരിക്കുന്നത്. എസ് സ്ട്രെയിനിൽ നിന്നും ഏതോ ഒരു പദാർത്ഥം, ഏത് പദാർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയില്ല. ചില വസ്തുക്കൾ എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, അല്ലെ? സംതിങ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തോ വസ്തു. അത് DNA ആണ് ട്രാൻസ്ഫോം ചെയ്ത് പോയതെന്ന് നമുക്കിപ്പോ അറിയാം. പക്ഷെ ആ കാലഘട്ടത്തിൽ ആർക്കും അറിയില്ല, ഗ്രിഫിത്തിനും അറിയില്ല. അപ്പൊ ഗ്രിഫിത്ത് പറഞ്ഞു ചില വസ്തുക്കൾ ജനിതക വിവരങ്ങൾ വഹിക്കുന്നുണ്ടെന്നും അതാണ് ഇവിടെ ആ എലിയിലേക്ക് അല്ലെങ്കിൽ ആ അടുത്ത സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അതിനെ വിളിച്ചത് ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പിൾ എന്നാണ്. ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പിൾ, എന്തോ ഒരു വസ്തു അത് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്, അതിൻ്റെ അകത്ത് ജനിതകപരമായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്. അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പിൾ. അത് എന്താണ് എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ പറ്റിയില്ല, അല്ലെ? ചൂട് മൂലം കൊല്ലപ്പെടുന്ന വൈറൽ സ്ട്രെയിൻ ജനിതക വസ്തുക്കളെ വൈറൽ അല്ലാത്ത സ്ട്രെയിനിലേക്ക് മാറ്റുന്നു. പക്ഷെ ആ ജനിതക വസ്തു ഏത് എന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അദ്ദേഹം അതിനെ ചില വസ്തുക്കളെന്നും ട്രാൻസ്ഫോർമിംഗ് പ്രിൻസിപ്പിൾ എന്നും ഒക്കെയാണ് അതിനെ വിളിച്ചത്. അപ്പൊ ഗ്രിഫിത്തിന്റെ പരീക്ഷണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും അദ്ദേഹം ട്രാൻസ്ഫോർമേഷനുമായി ബന്ധപ്പെട്ട പരീക്ഷണമാണ് നടത്തിയത് എന്നും സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയതെന്നും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? പക്ഷെ ഇപ്പോ ഇവിടെ എന്ത് കിട്ടിയിട്ടില്ല? DNA ആണ് ജനിതക വസ്തു എന്ന് തെളിവ് കിട്ടിയിട്ടില്ല. എന്തോ ജനിതക വസ്തു കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെന്ന് മാത്രമേ ഗ്രിഫിത്തിന് തെളിയിക്കാനായുള്ളൂ. അപ്പൊ പിന്നെ അടുത്തത് ഇനി എന്താണ്? അടുത്തത് ആരെങ്കിലും ഇത് ഏറ്റെടുക്കണമല്ലോ.
അങ്ങനെ ഇതിനെ ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന ആൾക്കാരാണ് അവരി മെക്ലിയോഡ് മെക്കാർത്തി. അവരി മെക്ലിയോഡ് മെക്കാർത്തി. എവിടെയോ കേട്ടിട്ടുണ്ട് സാറേ ഈ പേരുകളൊക്കെ, എവിടെയോ വായിച്ചപ്പോ എവിടെയൊക്കെയോ പണ്ട് കേട്ട് പരിചയമുള്ള പേരുകളാണ് എന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിച്ചത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. കുട്ടികളെ, ഗ്രിഫിത്തിന്റെ പരീക്ഷണത്തിനെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കുകയും അത് നമ്മുടെ DNA തന്നെയാണ് ഈ പറയുന്ന ജനറ്റിക് മെറ്റീരിയൽ എന്ന് ബോധ്യപ്പെടുകയും ചെയ്തത് അവരി മെക്ലിയോഡ് മെക്കാർത്തിയുടെ പരീക്ഷണത്തിലൂടെയാണ്. പ്രോട്ടീൻ അല്ല, മറിച്ച് പാരമ്പര്യത്തിന് ഉത്തരവാദിയായ ജനിതക വസ്തു DNA ആണ് എന്ന് ഇവര് തെളിയിച്ചു. കുട്ടികളെ, ഇവരെങ്ങനെയാണിത് തെളിയിച്ചത്? ഇവരും എന്ത് ചെയ്തു? ഈ പറയുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയുടെ സ്ട്രെയിനിനെ അവരെടുത്തു. ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള സ്ട്രെയിനിനെ അവരെന്ത് ചെയ്തു? അവരൊരു ടെസ്റ്റ് ട്യൂബിന്റെ അകത്തേക്ക് ഇട്ട് വളർത്തി. ഓക്കെ, എന്നിട്ട് അതിനെ വളർന്നു വന്നിരിക്കുന്ന ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ബാക്ടീരിയ എലോങ് വിത്ത് ഇറ്റ്സ് മീഡിയം അതിനെ സ്പ്ലിറ്റ് ചെയ്ത് 3 ടെസ്റ്റ് ട്യൂബിലാക്കി. ഓക്കെ, 3 ടെസ്റ്റ് ട്യൂബിൽ. ഒരു ടെസ്റ്റ് ട്യൂബിൽ പ്രോട്ടീനേസിനെ ആഡ് ചെയ്തു, രണ്ടാമത്തതിൽ RNAസിനെ ആഡ് ചെയ്തു, മൂന്നാമത്തതിൽ DNAസിനെ ആഡ് ചെയ്തു. പ്രോട്ടീനേസിനെ ആഡ് ചെയ്ത ആ ടെസ്റ്റ് ട്യൂബിൽ പ്രോട്ടീൻ ഉണ്ടാവില്ല, കാരണം പ്രോട്ടീനെ നശിപ്പിക്കുന്ന ആളാണല്ലോ പ്രോട്ടീനേസ്. RNAs ആഡ് ചെയ്ത രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ RNA ഉണ്ടാവില്ല, കാരണം അതിനെ നശിപ്പിക്കുമല്ലോ. DNAs ആഡ് ചെയ്ത ടെസ്റ്റ് ട്യൂബിൽ DNA ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്നിട്ട് ഇതിനെ അവരെന്ത് ചെയ്തു? അവര് ആ പറയുന്ന 3 ടെസ്റ്റ് ട്യൂബിലെ കണ്ടന്റിലേക്ക് അവരെന്ത് ചെയ്യുന്ന പറയാം 6 സ്ട്രെയിനിനെ ആഡ് ചെയ്തു. ഓക്കെ, 6 സ്ട്രെയിനെ ആഡ് ചെയ്തു. നേരത്തെ നമ്മൾ എടുത്തത് ഹീറ്റ് കിൽഡ് സ്ട്രെയിൻ ആണ്. ഇപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? 6 സ്ട്രെയിനെ ആഡ് ചെയ്തു ആ 3 എണ്ണത്തിലേക്ക്. ഇപ്പൊ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കുട്ടികളെ, പ്രോട്ടീനേസ് എന്ന് പറയുന്ന സംഗതി ആഡ് ചെയ്ത സമയത്ത് അവിടെ DNA ഉണ്ടല്ലോ, പ്രോട്ടീൻ ആണ് നഷ്ടപ്പെട്ടത്, DNA RNAയും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആ DNA, നമ്മുടെ സ്ട്രെയിനിലുള്ള ആ DNA എന്ത് ചെയ്യുന്നറിയാവോ? ഈ 6 സ്ട്രെയിനിലേക്ക് കയറുകയും അതിന്റെ ഫലമായി ആക്റ്റീവ് സ്ട്രെയിൻ അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇനി RNAs ആഡ് ചെയ്ത ടെസ്റ്റ് ട്യൂബിൽ DNA ഉണ്ടാകും, പ്രോട്ടീനും ഉണ്ടാകും. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഈ DNA എന്ന് പറയുന്നത് ആ 6 സ്ട്രെയിനിലേക്ക് കയറുകയും അവിടെയും സെൽസ് അപ്പിയർ ചെയ്യുകയും ചെയ്തു, വിറുലന്റ് ആയിട്ടുള്ള. മൂന്നാമത് നിങ്ങൾ നോക്കണം, DNAs അല്ലേ ആഡ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ ആകെ ഉള്ളത് RNAയും പ്രോട്ടീനുമാണ്. പക്ഷേ DNA നഷ്ടപ്പെട്ടത് കൊണ്ട് 6 സെൽസിനെ ആക്കാൻ അവർക്ക് പറ്റിയില്ല. നോ സെൽസ് അപ്പിയർ. അപ്പൊ അതിന്റെ അർത്ഥം DNA ഇല്ലാത്ത ടെസ്റ്റ് ട്യൂബിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നില്ല എന്ന് അവരിയും മെക്ലിയോടും മെക്കാർത്തിയും തെളിയിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന DNA ഇല്ലാത്ത ടെസ്റ്റ് ട്യൂബിൽ, ഇതിപ്പോ തെറ്റായിരുന്നുവെങ്കിൽ DNA ഇല്ലാത്ത ടെസ്റ്റ് ട്യൂബിൽ അത് സെല്ലായിട്ട് മാറണ്ടേ, നമ്മുടെ 6 സെല്ല്. പക്ഷെ അങ്ങനെ മാറിയില്ല. കാരണം എന്താ? അവിടെ DNA ഇല്ല. DNA ഇല്ലാത്തത് കൊണ്ട് സെല്ലിൽ നിന്നും പ്രത്യേകിച്ച് 6ലേക്ക് പോകാൻ വേണ്ടി അവിടെ ഒന്നുമില്ല. പ്രോട്ടീൻ ആയിരുന്നു ജനിതക വസ്തുവെങ്കിൽ ആ പ്രോട്ടീനിലൂടെ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോയേനെ, ട്രാൻസ്ഫോം ചെയ്ത് പോയേനെ. പക്ഷെ പ്രോട്ടീനിലൂടെ നടക്കുന്നില്ല. അപ്പം അവരെയും മെക്ലിയോടും മെക്കാർത്തിയും ആധികാരികമായി തെളിയിച്ചു എന്താണ്? DNA എന്ന് പറയുന്നതാണ് ജനറ്റിക് മെറ്റീരിയൽ. DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അത് മാത്രമല്ല തെളിയിച്ചത്, നോട്ട് പ്രോട്ടീൻ, നോട്ട് RNA, അതും അവർ തെളിയിച്ചു അല്ലെ. DNA ജനറ്റിക് മെറ്റീരിയൽ ആണ് എന്ന് തെളിയിക്കുന്നത് വഴി പ്രോട്ടീനുമല്ല RNAയുമല്ല ജനറ്റിക് മെറ്റീരിയൽ എന്നും അവർ തെളിയിച്ചിരിക്കുകയാണ്. ഓക്കെ, അതും അവർ തെളിയിച്ചു. ക്ലിയർ അല്ലേ? അപ്പൊ ഗ്രിഫിത്ത് തുടങ്ങി വെച്ച ഈ അന്വേഷണം അവരി മെക്ലിയോഡ് മെക്കാർത്തി എന്ന് പറയുന്നവരാണ് ഫിനിഷ് ചെയ്തത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ അവരി മെക്ലിയോഡ് മെക്കാർത്തി ഇതൊക്കെ തെളിയിച്ചെങ്കിലും ഇത് കുറെ നാള് ആൾക്കാര് റിജക്ട് ചെയ്തിട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു. ഇത് ശരിയല്ല, ഇത് അങ്ങനെയൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇതിനധികം വേണ്ടുന്ന ഒരു വിലയൊന്നും ആ സമയത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ വീണ്ടും വേറൊരാൾക്ക് തെളിയിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവര് പറഞ്ഞത് ഓൾറെഡി ഇവർ തെളിയിച്ചതാണ്. പക്ഷെ ഈ പറയുന്നതൊന്നും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. തെളിയിച്ച് കാണിച്ചാൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ ആലോചിക്കുക. അപ്പൊ ഇത് കുറെ നാള് പല ഡിബേറ്റുകളുടെ ഒക്കെ ശേഷം
വേറൊരാള് ഇതിനെ വീണ്ടും വേറൊരു എക്സ്പെരിമെന്റിലൂടെ DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് തെളിയിച്ചു. കുട്ടികളെ, ആരാണത്? രണ്ടുപേര് ചേർന്നാണ് തെളിയിച്ചത്. ഹെർഷി ആൻഡ് ചേസ്. ഹെർഷി ആൻഡ് ചേസ്. ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? സാറേ എവിടെയോ കേട്ടിട്ടുണ്ട്, ഒന്നും ഓർമ്മയില്ല. നമ്മൾ ഓർത്തെടുക്കാൻ പോവുകയാണ്. പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്, എനിക്കറിയാം നിങ്ങൾ പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്. കുട്ടികളെ, ഇത് ഈ പറഞ്ഞ അവരി, മെക്ലിയോഡ്, മെക്കാർട്ടി ഓൾറെഡി ഇത് തെളിയിച്ചതാണ്. പക്ഷേ ഇത് കുറെ നാൾ ഡിബേറ്റിൽ കിടന്നു. പിന്നീട് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റിലൂടെയാണ് വീണ്ടും അവർ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു എന്ന് വീണ്ടും തെളിയിക്കപ്പെടുന്നത്. ഹെർഷി ആൻഡ് ചേസ് എന്ത് എക്സ്പെരിമെന്റ് ആണ് നടത്തിയത്? അദ്ദേഹം ഒരു T2 അല്ലെങ്കിൽ അവരൊരു T2 ബാക്ടീരിയോഫേജിനെ ഉപയോഗിച്ചിട്ടാണ് എക്സ്പെരിമെന്റ് നടത്തിയത്. T2 ബാക്ടീരിയോഫേജ്. T2 ബാക്ടീരിയോഫേജിനെ ഉപയോഗിച്ചിട്ടാണ് അവർ എക്സ്പെരിമെന്റ് നടത്തിയത്. കുട്ടികൾ, അവരെന്താണ് ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. ബാക്ടീരിയോഫേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ബാക്ടീരിയോഫേജിന് പ്രോട്ടീൻ ഭാഗവും ഉണ്ടാകും, അതോടൊപ്പം തന്നെ അതിന്റെ DNA ഭാഗവും ഉണ്ടാകും, അല്ലെ? പ്രോട്ടീൻ ഭാഗവും ഉണ്ടാകും, അതിന്റെ ഉള്ളിൽ DNA ഭാഗവും ഉണ്ടാകും ബാക്ടീരിയോഫേജിന്. ഹെർഷി ആൻഡ് ചേസ് എന്ത് ചെയ്യുന്നറിയാവോ? ഫോസ്ഫറസ് 32 എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നറിയാവോ? ഫോസ്ഫറസിനെ നേരെ അവർ DNA-യിൽ ടാഗ് ചെയ്തു. ഓക്കെ, DNA-യിൽ ടാഗ് ചെയ്തു. എന്നിട്ട് സൾഫർ 35 എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലിനെ എടുത്തിട്ട് അവർ നേരെ പ്രോട്ടീനെ ടാഗ് ചെയ്തു. ഓക്കെ, അതായത് ഒരു ബാക്ടീരിയോഫേജിൽ അവരുടെ പ്രോട്ടീനിൽ സൾഫർ 35 എന്ന് പറയുന്ന ടാഗ് ഉണ്ട്. വേറെ കുറച്ച് ബാക്ടീരിയോഫേജിൽ അവരുടെ DNA-യിൽ ഫോസ്ഫറസ് 32 എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് ടാഗ് ഉണ്ട്. എന്നിട്ട് രണ്ട് രീതിയിൽ അവരെന്ത് ചെയ്തു? അവർ എക്സ്പെരിമെന്റ് നടത്തി. നോക്കൂ, ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കാണാം, പ്രോട്ടീൻ എന്ന് പറയുന്നതിൽ പ്രോട്ടീൻ കോട്ടിൽ നമ്മുടെ സൾഫർ 35 ടാഗുമായി ഈ T20 ബാക്ടീരിയോഫേജ് ബാക്ടീരിയയെ ഇൻഫെക്ട് ചെയ്തു. ഓക്കെ, ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്തു. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ബാക്ടീരിയോഫേജിന്റെ പ്രോട്ടീൻ കണ്ടന്റ് ഒന്നും അകത്തോട്ട് കയറില്ല, DNA മാത്രമേ ഹോസ്റ്റിന്റെ അകത്തോട്ട് കയറൂ. അതായത് ഈ പറയുന്ന സൾഫർ 35 ഉൾപ്പെടെ വെളിയിൽ നിൽക്കുകയാണ്. ഓക്കെ, ഉള്ളിലേക്ക് കയറിയിട്ടില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ T2 ബാക്ടീരിയോഫേജിനെ അതിൽ നിന്നൊക്കെ മാറ്റി കളഞ്ഞു. എന്നിട്ട് സെൻട്രിഫ്യൂഗേഷൻ നടത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ആഫ്റ്റർ സെൻട്രിഫ്യൂഗേഷൻ നോ സൾഫർ വാസ് സീൻ ഇൻ ദ സെൽസ്. സെൻട്രിഫ്യൂഗേഷൻ നടക്കുമ്പോൾ അടിയിൽ സെൽസ് അടിഞ്ഞു കൂടുമല്ലോ, ആ സെൽസ് പരിശോധിച്ചപ്പോൾ അതിന്റെ അകത്ത് എന്തില്ല? അതിന്റെ അകത്ത് സൾഫർ 35 ഇല്ല. കാരണം ബാക്ടീരിയൽ കോശങ്ങളല്ലേ താഴെ സെല്ലെന്ന് പറഞ്ഞ് അടിഞ്ഞു കൂടുന്നത്. ഈ പറയുന്ന പ്രോട്ടീൻ ആയിരുന്നു ജനറ്റിക് മെറ്റീരിയൽ എങ്കിൽ പ്രോട്ടീൻ ഉള്ളിൽ കയറിയേനെ, ബാക്ടീരിയയുടെ ഉള്ളിൽ സൾഫർ ഉണ്ടായേനെ, അത് അടിഞ്ഞുകൂടിയ സെൽസിൽ നിന്നും സൾഫറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയേനെ. പക്ഷെ അവിടെ ഒന്നുമില്ല, ആ പറയുന്ന സെൽസിൽ സൾഫറിന്റെ സാന്നിധ്യം ഇല്ല. ഇനി രണ്ടാമത്തെ കേസ് എടുക്കാം. കുട്ടികളെ, രണ്ടാമത്തെ കേസിൽ എന്താ സംഭവിച്ചത്? DNA-യിലാണ് ഫോസ്ഫറസ് ലേബൽ കൊടുത്തിരിക്കുന്ന ഫോസ്ഫറസ് 32. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ബാക്ടീരിയോഫേജിൽ നിന്നും ആ DNA ഹോസ്റ്റിന്റെ ഉള്ളിൽ കയറി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ബാക്ടീരിയോഫേജിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്പോസ് ചെയ്ത് കളഞ്ഞു. ബ്ലെൻഡിങ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഈ ഹോസ്റ്റിൽ നിന്നും ബാക്ടീരിയോഫേജിനെ നമ്മൾ എന്ത് ചെയ്തു? അടിച്ചു മാറ്റി. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആ ഫോസ്ഫറസ് 32 ടാഗ് ഉള്ള DNA ഇപ്പൊ ഹോസ്റ്റിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. ഇനി അവന്മാരെ സെൻട്രിഫ്യൂജ് ചെയ്താൽ താഴെ അടിഞ്ഞുകൂടുന്ന ഈ സെൽസ്, ഈ ബാക്ടീരിയൽ സെല്ലിന്റെ അകത്തു നിന്നും ആരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഈ പറയുന്ന ഫോസ്ഫറസ് 32 ടാഗിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആഫ്റ്റർ സെൻട്രിഫ്യൂഗേഷൻ ഫോസ്ഫറസ് വെർ സീൻ ഇൻ സെൽസ്. അപ്പോ അതിന്റെ അർത്ഥം ഈ പറയുന്ന ബാക്ടീരിയോഫേജിൽ നിന്നും ബാക്ടീരിയയുടെ ഉള്ളിൽ കയറുന്നത് പ്രോട്ടീൻ അല്ല, DNA ആണ് എന്ന് അവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ അവരി, മെക്ലിയോഡ്, മെക്കാർട്ടി പ്രൂവ് ചെയ്ത കാര്യത്തെ വീണ്ടും ആധികാരികമായി പ്രൂവ് ചെയ്ത വ്യക്തികളാണ് ഹെർഷെയും ചേസും. അപ്പൊ ഹെർഷെ ചേസ് എക്സ്പെരിമെന്റോട് കൂടി ഇറ്റ് ഈസ് കൺഫേംഡ് ഹോസ്റ്റ് സെല്ലിലേക്ക് DNA മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ. DNA തന്നെയാണ് ജനിതക വസ്തു. ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം. അത് പ്രൂവ് ചെയ്തിരിക്കുകയാണ് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റിലൂടെ. കുട്ടികളെ, ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് DNA ജനിതക വസ്തുവാണ് എന്നതിന്റെ തെളിവാണ്. ഗ്രിഫിത്തിൽ നിന്ന് തുടങ്ങി അവരി, മെക്കാർട്ടി, മെക്ലിയോഡിൽ കൂടെ നമ്മൾ ഹെർഷി ചേസ് എക്സ്പെരിമെന്റിൽ എത്തി നിൽക്കുകയാണ്. ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റിലെ 3 സ്റ്റെപ്പുകളാണ്: ഇൻഫെക്ഷൻ, ബ്ലെൻഡിങ്,
സെൻട്രിഫ്യൂഗേഷൻ. ബാക്ടീരിയോഫേജ് ഹോസ്റ്റിനെ ബാധിക്കുന്ന സ്റ്റെപ്പാണ് ഇൻഫെക്ഷൻ. അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാക്ടീരിയോഫേജിനെ സെപ്പറേറ്റ് ചെയ്ത് വിടുന്ന പ്രോസസ്സാണ് ബ്ലെൻഡിങ്. ഒടുവിൽ നടത്തുന്ന പ്രോസസ്സാണ് സെൻട്രിഫ്യൂഗേഷൻ. കുട്ടികളെ ഹെർഷി ചേസിന്റെ എക്സ്പെരിമെന്റിലൂടെ ഇറ്റ് ഈസ് പ്രൂവൺ DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഓക്കെ അല്ലേ കുട്ടികളെ? ഇന്ന് നമ്മൾ എവിടെ തുടങ്ങിയതാണ്? നമ്മൾ മോളിക്കുലാർ ബയോളജി സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ന്യൂക്ലിക് ആസിഡ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു. DNA RNAയുടെ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ DNA എന്ന് പറയുന്നതിന്റെ ജനറ്റിക് മെറ്റീരിയൽ, അതിന്റെ പ്രൂഫ് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു? വിശദമായിട്ട് കണ്ടു. ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ കുട്ടികളെ ഇത്രയും പോയിന്റ് ക്ലിയർ അല്ലേ? നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ആണ് എന്നാണ് എന്റെ വിശ്വാസം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ കൂട്ടുകാർക്ക് ക്ലിയർ ആണ് എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്.